വളാഞ്ചേരി ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരോധിത ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും വളാഞ്ചേരി നഗരസഭ ജാഗ്രതാ സമിതി യോഗം തീരുമാനിച്ചു. നഗരസഭ കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷനായി. വളാഞ്ചേരി ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരോധിത ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും വളാഞ്ചേരി നഗരസഭ ജാഗ്രതാ സമിതി യോഗം തീരുമാനിച്ചു. പോലീസ്, എക്സൈസ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കും. നഗരസഭ കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷനായി. കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ജസീല ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. വൈസ് ചെയർപേഴ്സൺ മുഹമ്മദ്, വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി ചെയർമാൻ മുജീബ് വാലാസി, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ CM റിയാസ്, ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദ്, കൗൺസിലർമാരായ EP അച്യുതൻ, KK ഫൈസൽ അലി തങ്ങൾ, K ഉണ്ണികൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോൺസൺ P ജോർജ്, പ്രസ് ക്ലബ് പ്രതിനിധി C രാജേഷ്, CDS ചെയർപേഴ്സൺ ഷൈനി എന്നിവർ സംസാരിച്ചു. കൗൺസിലർമാർ ചെയർമാനായ സമിതി നിലവിലുണ്ട്. അപ്പോൾ ആ സമിതിയുടെ മുമ്പാകെ വരുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അവർ അടിയന്തരമായിട്ട് കൂടിയിട്ട് അത് ഒന്നുകിൽ അവർക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അവർ പരിഹരിക്കുകയും, പരിഹരിക്കാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ മുനിസിപ്പൽ തല സമിതിയുണ്ട്, ജില്ലാതല സമിതി അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അതിൻ്റെ കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ് നിലവിലുള്ള ജാഗ്രതാ സമിതിയുടെ പ്രവർത്തന രീതി. ICDS സൂപ്പർവൈസർ അസ്ര നസ്രീൻ സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ദീപ്തി ശൈലേഷ് നന്ദിയും പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.